നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? വലിയൊരു പുസ്തകം, അല്ലേ? പക്ഷെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കാര്യം അങ്ങനെയല്ല. അവിടെ അങ്ങനൊരൊറ്റ പുസ്തകമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു രാജ്യം മുഴുവൻ കൃത്യമായി പ്രവർത്തിക്കുന്നത്? വാ, നമുക്ക് ആ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ശരിക്കും യുകെക്കൊരു ഭരണഘടനയുണ്ടോ ഇല്ലയോ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. അതായത് ഉണ്ട് ഇല്ല എന്നൊന്നും ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല. നോക്കൂ, ഇന്ത്യയടക്കം ലോകത്തുള്ള മിക്ക രാജ്യങ്ങൾക്കും ഭരണഘടന എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ ഔദ്യോഗിക ഡോക്യുമെന്റാണ്. പക്ഷേ യുകെയുടെ കാര്യത്തിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു കഥ പോലെ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഒന്നാണ്. യുകെയുടെ ഈ ഭരണഘടനയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി ഒരു ജിഗ്സോ പസിൽ സങ്കൽപ്പിക്കുകയാണ്. ഒറ്റയടിക്ക് ഒരു വലിയ ചിത്രമില്ല, പകരം നൂറുകണക്കിന് ചെറിയ കഷണങ്ങൾ. അതിൽ ചിലത് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാവാം, ചിലത് കോടതി വിധികളാവാം, ചിലത് നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യങ്ങളാവാം. ഇതെല്ലാം കൂടി നൂറ്റാണ്ടുകൾ കൊണ്ട് ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു വലിയ ചിത്രം. ഇതിനെയാണ് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ഒരു അൺകോഡിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ക്രോഡീകരിക്കാത്ത ഭരണഘടന എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഒരൊറ്റ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പസിലിന്റെ കഷ്ണങ്ങളില്ലേ, അത് പലയിടത്തായി ചിതറിക്കിടക്കുകയാണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പസിലിന്റെ പ്രധാന കഷ്ണങ്ങൾ? 1. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ. 2. കോടതികൾ കാലാകാലങ്ങളായി നൽകുന്ന വിധികൾ. പിന്നെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും എല്ലാവരും പിന്തുടരുന്ന ചില പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളും. എന്തിനു പറയുന്നു, ചില പ്രമുഖ നിയമ പണ്ഡിതരുടെ പുസ്തകങ്ങൾ വരെ ഈ ഭരണഘടനയുടെ ഭാഗമായി കണക്കാക്കുന്നുണ്ട്. ശരി, ഇത്രയധികം കഷണങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുമ്പോൾ ഇതിനെയെല്ലാം കൂടി ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തി വേണ്ടേ? തീർച്ചയായുമുണ്ട്. യുകെ ഭരണഘടനയുടെ ആത്മാവെന്ന് തന്നെ പറയാവുന്ന ഒരു തത്വമുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ആരുടെ കയ്യിലാണ് യഥാർത്ഥ ആത്യന്തികമായ അധികാരം? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പാർലമെന്റിന്റെ പരമാധികാരം, അഥവാ പാർലമെന്ററി സോവറൈനിറ്റി. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലും മാറ്റുന്നതിലും അവസാന വാക്ക് പാർലമെന്റിനാണ്. പാർലമെന്റിനു മുകളിൽ മറ്റൊരു അധികാരവുമില്ല. അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം, അല്ലേ? സ്റ്റെപ്പ് 1: പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നു. സ്റ്റെപ്പ് 2: രാജ്യത്തെ എല്ലാ കോടതികളും ആ നിയമം ഉയർത്തിപ്പിടിക്കണം. അവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റെപ്പ് 3: ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കാൻ അധികാരമുണ്ട്, അല്ലേ? യുകെയിലെ കോടതികൾക്ക് അങ്ങനെയൊരു അധികാരമേയില്ല. പാർലമെന്റ് എന്ത് നിയമമുണ്ടാക്കിയാലും അതനുസരിക്കുകയേ നിർവാഹമുള്ളൂ. വിഖ്യാതനായ നിയമജ്ഞൻ AV ഡൈസി ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിന് ഏത് നിയമവും ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയും. ആ ഒരു വാചകത്തിൽ തന്നെയുണ്ട് ആ അധികാരത്തിന്റെ മുഴുവൻ വ്യാപ്തിയും. പക്ഷേ ഒരു സംശയം വരാം: പാർലമെന്റിന് ഇത്രയും അധികാരമുണ്ടെങ്കിൽ അവർക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ നെടുന്തൂൺ വരുന്നത്: നിയമവാഴ്ച, അല്ലെങ്കിൽ ദ റൂൾ ഓഫ് ലോ. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പ്രധാനമന്ത്രി ആയാലും ശരി, സാധാരണക്കാരനായാലും ശരി, ആരും നിയമത്തിനു മുകളിലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് യുകെയിലെ ഈ സിസ്റ്റത്തിന്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഒന്ന് നോക്കാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാം. യുകെയിൽ ഇപ്പോഴും രാജാവും രാജ്ഞിയുമൊക്കെയുണ്ട്, അല്ലേ? പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. അതൊരു ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. യഥാർത്ഥ അധികാരം മുഴുവൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെയും പാർലമെന്റിന്റെയും കയ്യിലാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾക്ക് ഒപ്പിട്ട് അംഗീകാരം നൽകുന്നതുമെല്ലാം ഇന്ന് വെറും ആചാരപരമായ, പ്രതീകാത്മകമായ ചടങ്ങുകൾ മാത്രമായി മാറിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം: യുകെ ഒരു ഏകീകൃത രാഷ്ട്രമാണ്. അതായത് പരമോന്നത അധികാരം ലണ്ടനിലുള്ള കേന്ദ്ര പാർലമെന്റിനാണ്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ അവർക്ക് സ്വന്തമായ നിയമസഭകളും സർക്കാരുകളുമൊക്കെയുണ്ട്. അവർക്ക് ചില വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനും നിയമമുണ്ടാക്കാനും അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു രാഷ്ട്രീയപരമായ ധാരണ മാത്രമാണ്. നിയമപരമായി ലണ്ടനിലെ പാർലമെന്റിന് വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഈ കൊടുത്ത അധികാരങ്ങൾ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിനെ അമേരിക്കയുടെ സിസ്റ്റവുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ ഒരു പ്രധാന വ്യത്യാസം കാണാം. അമേരിക്കയിലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും, അതായത് കാര്യങ്ങൾ നടപ്പാക്കുന്നവരും നിയമമുണ്ടാക്കുന്നവരും രണ്ടും വഴിക്കാണ്. എന്നാൽ യുകെയിൽ അങ്ങനെയല്ല. അവിടെ നിയമം നടപ്പാക്കുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാരുമൊക്കെ നിയമമുണ്ടാക്കുന്ന പാർലമെന്റിലെ അംഗങ്ങൾ തന്നെയാണ്. ഇതിനെയാണ് അധികാരങ്ങളുടെ സംയോജനം അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാം കൂടി കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്.
ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ? എന്തുകൊണ്ട് ഇവർക്ക് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഇതെല്ലാം കൂടി ഒരൊറ്റ പുസ്തകത്തിലങ്ങ് എഴുതി വെച്ചുകൂടാ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് അവരുടെ ചരിത്രത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ പുതിയൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അമേരിക്കൻ വിപ്ലവം കഴിഞ്ഞപ്പോൾ അവരും അതുതന്നെ ചെയ്തു. അങ്ങനെ ഒരു ബിഗ് ബാങ് മൊമെന്റ്, ഒരു വലിയ വിപ്ലവമോ മാറ്റമോ യുകെയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരി, നമുക്ക് പഴയതെല്ലാം കളഞ്ഞ് പുതിയ നിയമങ്ങൾ എഴുതാം എന്ന് പറയേണ്ടൊരു സാഹചര്യം അവർക്കുണ്ടായില്ല. പകരം അവരുടെ ഭരണ സംവിധാനം ഒരു മരം പോലെ നൂറ്റാണ്ടുകൾ കൊണ്ട് പതുക്കെ പതുക്കെ വളർന്നു വലുതായതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ എഴുതപ്പെടാത്ത ഭരണഘടന ഒരു അനുഗ്രഹമാണോ അതോ ഒരു ശാപമാണോ? ഇത് വഴക്കമുള്ളതാണോ അതോ ദുർബലമാണോ? ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. വഴക്കം. കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. വലിയ ഭരണഘടനാ ഭേദഗതികളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതേ കാര്യം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവും. ഒന്നാലോചിച്ച് നോക്കൂ, പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ഒരുപക്ഷെ എഴുതിവെക്കാത്ത പാരമ്പര്യങ്ങളെ മാത്രം ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. പാർലമെന്റിൽ നല്ല ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിന് വിചാരിച്ചാൽ ഒരു സാധാരണ നിയമം പാസാക്കി അതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമ്മളൊരു വലിയ ചോദ്യത്തിന് മുന്നിലാണെത്തുന്നത്. ഒരു ഭരണഘടനയുടെ യഥാർത്ഥ ശക്തി എവിടെയാണ്? അത് കല്ലിൽ കൊത്തിവെച്ച പോലെ മാറ്റമില്ലാതെ നിൽക്കുന്നതിലാണോ അതോ കാലത്തിനനുസരിച്ച് ഒരു പുഴ ഒഴുകുന്ന പോലെ വളയാനും തിരിയാനും കഴിയുന്നതിലാണോ? യുകെയുടെ ഈ എഴുതപ്പെടാത്ത ഭരണഘടന എപ്പോഴും നമ്മളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?